നമസ്കാരം. ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ ഇനി ഉത്സവങ്ങളുടെ ദിവസമാണ്. ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമായ മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ലോകത്തിലെ നാനാഭാഗത്ത് നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യ നദികളായ ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലെ സ്നാനമാണ് കുംഭമേളയുടെ പ്രധാന ആകർഷണം. ഇതുവഴി മോക്ഷം ലഭിക്കുമെന്നാണ് തീർത്ഥാടകരുടെ വിശ്വാസം. 2025 ജനുവരി 13-നാണ് മഹാകുംഭമേള തുടക്കമാവുക. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയ്ക്ക് മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 26-ന് തിരശ്ശീല വീഴും. എന്നാൽ ഈ കുംഭമേളയിൽ വലിയ സുരക്ഷാ സന്നാഹം തന്നെ വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും വധിക്കുമെന്നാണ് നിലവിൽ ഖലിസ്ഥാൻ ഭീകരൻ ഗുർപ്രീത് സിംഗ് പന്നൂർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലാണ് പന്നൂർ ഒരു വധഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഈ കുംഭമേള രണ്ട് നേതാക്കളുടെയും അവസാന കുംഭമേള ആയിരിക്കുമെന്നാണ് പന്നൂർ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രവാദ ആക്രമണം എന്തായാലും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ സംബന്ധിച്ച്, അതായത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിങ് ആയ SPGയും IBയും വലിയ കനത്ത ഒരു സുരക്ഷ തന്നെയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഒരുക്കാൻ പോകുന്നത്. SPGയും IBയും കൂടെ ചേർന്നൊരു ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രയാഗ്രാജിൽ എന്തൊക്കെ സുരക്ഷ വേണമെന്ന അവലോകനം അവർ നടത്താൻ പോകുന്നത്. മുൻ ഖലിസ്ഥാനി ഭീകരരെ വധിച്ചതിൽ തന്നെ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് പ്രതികാരം ചെയ്യുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ UP പിലിഭിത്തിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് 3 തീവ്രവാദികളെ സുരക്ഷാ സേന നിഷ്ഠൂരം വെടിവെച്ചു കൊന്നത്. ഹിന്ദുത്വ ഭീകര സംഘടന, അതായത് ഹിന്ദുത്വ ഭീകര രാഷ്ട്രം മുൻ സിഖ് യുവാക്കളെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയെന്നും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബാംഗങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും പന്നൂർ പറഞ്ഞു. ജനുവരി 14, ജനുവരി 29, ഫെബ്രുവരി 3 തീയതികളിൽ മഹാകുംഭമേളയിൽ ആക്രമണം നടത്തുമെന്നാണ് ഭീഷണി. ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി മോദിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രയാഗ്രാജിൽ ഉണ്ടാകുമെന്നും സിഖ് ഫോർ ജസ്റ്റിസ് ഹിന്ദുത്വ ഭീകരരുടെ അടിത്തറ ഇളക്കി പ്രതികാരം ചെയ്യുമെന്നാണ് വീഡിയോയിൽ പന്നൂർ പറയുന്നത്. ഈ മഹാകുംഭമേള രണ്ട് നേതാക്കളുടെയും അവസാന കുംഭമേള ആയിരിക്കുമെന്നാണ് പന്നൂർ വീഡിയോയുടെ അവസാനവും പറയുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ ഉത്തർപ്രദേശ് പോലീസിന്റെയും പഞ്ചാബ് പോലീസിന്റെയും സംയുക്ത നീക്കത്തിലാണ് 3 ഖലിസ്ഥാനി ഭീകരരെ വധിച്ചത്. ഖലിസ്ഥാനി കമാൻഡോ ഫോഴ്സ് എന്ന നിരോധിത സംഘടനയിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ട 3 പേരും. സംഭവ സ്ഥലത്ത് നിന്ന് 2 AK-47 തോക്കുകളും 2 ഗ്ലോക്ക് പിസ്റ്റളുകളും പോലീസ് കണ്ടെടുത്തു. നേരത്തെ ഗുരുദാസ്പൂർ ജില്ലയിൽ പോലീസ് പോസ്റ്റിന് നേരെ ഗ്രനേഡ് ആക്രമണം നടത്തിയ ശേഷം ഭീകരർ പഞ്ചാബ് വിടുകയായിരുന്നു. ഭീകരർ ഉത്തർപ്രദേശിലെ പിലിഭത്തിൽ ഉള്ളതായി പഞ്ചാബ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക കമാൻഡോ സംഘം ഇവർക്കായി തെരച്ചിൽ നടത്തുകയും തുടർന്നുള്ള ഏറ്റുമുട്ടലിലാണ് 3 പേരെ വധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തർപ്രദേശിലെ കുംഭമേള നടക്കുന്ന ജനുവരി 15 മുതൽ അതീവ സുരക്ഷയിലായിരിക്കും ഉത്തർപ്രദേശ് മൊത്തത്തിൽ. എന്തായാലും നരേന്ദ്രമോദിയുടെ സുരക്ഷ കൂടുതലായി കൂട്ടേണ്ട ഉത്തരവാദിത്വം SPGക്കും IBക്കും ഉണ്ട് എന്നത് ഇതോടുകൂടി വ്യക്തമാണ്.